പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ആ വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയം കഴിഞ്ഞ വീഡിയോയിലിട്ടായിരുന്നു. ആക്സിഡൻറ്റ് സാത്താന്യമോ ശത്രുദോഷം മൂലമാണോ ആക്സിഡൻറ്റുകൾ നടക്കുന്നത്? വ്യക്തമായ വചന തെളിവുകളിൽ കൂടെ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കിയെടുക്കാൻ അധികം വചനങ്ങൾ തിരുവെഴുത്തിൽ കൂടെ അല്ല എന്ന് തെളിയിച്ചു. ഞാൻ ഈ വീഡിയോ ഈ ന്യൂ ഹോപ്പ് മിസ്ബ പ്രയർ ഫെലോഷിപ്പ് എന്നുള്ള ഈ കൊച്ചു പ്രയർ ഗ്രൂപ്പിൽ 3 വീഡിയോ ശാപത്തെക്കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ചിലർ പറയും ഞങ്ങൾക്കത് എടുക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഒരു വീഡിയോ ഇടണമെന്ന് അനേകർ വോയിസ് മെസ്സേജ് ഇട്ടതുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ 66 പുസ്തകത്തിൽ നിന്നുകൊണ്ട് 1189 അധ്യായങ്ങളിൽ 31,173 വാക്യത്തിൽ നിന്നുകൊണ്ട് ചിന്തകൾ തരുവാൻ താല്പര്യപ്പെടുക. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ശ്രദ്ധിച്ച് കേൾക്കാം. ആദ്യമേ പറയാം 1-2 കാര്യങ്ങൾ. ഒന്നാമത്തെ ശാപം ദൈവിക ശാപമായിട്ടാണ് തിരുവെഴുത്തുകളിൽ കാണുന്നത്. അത് വചനത്തിൽ കൂടെ പെട്ടെന്ന് ഓടിച്ച് കമ്പിവാചകം പോലെ പറഞ്ഞു പോവുക. ഒന്ന് ദൈവശാപം, മനുഷ്യർ ശപിക്കുന്നത്, മനുഷ്യരുടെ പ്രവൃത്തി മൂലം വരുന്ന ശാപം. അതായത് മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിക്കുക, കളിപ്പിച്ച് വാങ്ങിക്കുക, ഇങ്ങനെയുള്ള ശാപം. അതുകൂടാതെ വചനത്തിൽ നിന്ന് വ്യതിചലിച്ച് പ്രസംഗിച്ച് വന്നാലുള്ള ഉണ്ടാകുന്നതായ ശാപം. 4 വിധ ശാപങ്ങളെ ഞാൻ തിരുവെഴുത്തിൽ കൂടെ ഓടിച്ച് പ്രാർത്ഥിച്ചു. ഇതൊന്നും പേപ്പർ മുറിച്ചാലോ തലേ കൈവച്ചത് കൊണ്ടോ ദൂത് പറഞ്ഞുകൊണ്ടോ ഇതൊന്നും മാറില്ല. അതിനുള്ള വ്യവസ്ഥ ഓടിച്ച് 1-2 കാര്യങ്ങൾ ഓടിച്ച് പറയാം. ഒരു വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. സദൃശവാക്യം 3:33 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യഹോവയുടെ ശാപം ദുഷ്ടന്മാരുടെ വീട്ടിലുണ്ട്, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ ദൈവം അനുഗ്രഹിക്കുന്നു. യഹോവയുടെ ശാപം ദുഷ്ടന്മാരുടെ വീട്ടിൽ ഉണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉണ്ടെങ്കിൽ എന്നല്ല, ഉണ്ട്. നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ ദൈവം അനുഗ്രഹിക്കുന്നു. ഞാനിത് ലാസ്റ്റിലേക്ക് ഓടിച്ചു കൊണ്ടുവരാം, ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. ശാപം ഫലിക്കുമോ, ശാപം മൂലം മരണം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. എന്ത് വചനം അറിയില്ല, എത്ര കേട്ടിട്ടും മനുഷ്യന് മനസ്സിലാവുന്നില്ല. വല്ലതും കേൾക്കുമ്പോൾ ശാപത്തിൻ്റെ പുറകെ, മന്ത്രവാദത്തിൻ്റെ പുറകെ എന്നും പറഞ്ഞ് ഇതൊക്കെ ഓടുന്ന ഒരു കാലഘട്ടമായോണ്ടാണ് പിന്നെയും പറയുന്നത്. ഇതൊക്കെ ഇട്ടിട്ടുള്ള വചനങ്ങളാണ്. ഓക്കെ, വിഷയത്തിലേക്ക് വരാം. ബൈബിൾ പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. ഞാൻ ആ ചിന്താ വിഷയം അത് എടുക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 3:16-17 ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യനോട് ദൈവം പറയുന്നു, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, മുള്ളും പറക്കാരെയും അതിൽ നിന്നും മുളയ്ക്കും. അപ്പം ശാപത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലോ. നമ്പർ 1. ഉൽപ്പത്തി പുസ്തകം 3:14 വരുമ്പോൾ പാമ്പിനോട് ദൈവം പറഞ്ഞൊരു ആലോചനയുണ്ട്. സ്ത്രീയെ വഞ്ചിച്ചത് മൂലം, ആദാകാവുമ്പോൾ ആ ദമ്പതികളെ വഞ്ചിച്ചത് മൂലം സർവശക്തനായ ദൈവം പറയുന്നൊരു പദമുണ്ട്. നീ സകല കാട്ടുമൃഗങ്ങളിലും എല്ലാ
മൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാമ്പാകുന്ന സാത്താനും ശാപം പിടിച്ചവനാണ്. ഉൽപ്പത്തി 3:14 അത്രയും പറഞ്ഞ് കമ്പി അല്ലെങ്കിൽ തീരില്ല. നിങ്ങൾക്ക് വചനം മാത്രം ചൂണ്ടിക്കാണിച്ചു തരാം. ഇച്ചിരിയൊക്കെ ഒന്ന് വായിച്ച് ചിന്തിക്കുക. എന്തിനാ ഈ സാത്താൻ്റെ പുറകെ? സാത്താൻ നമ്മളെ ഭയപ്പെടുത്തുന്നു. അതിനൊക്കെ പോകേണ്ട കാര്യമില്ല. മന്ത്രവാദം ചെയ്യട്ടെ. മന്ത്രവാദിക്ക് കാശ് കിട്ടിയ മന്ത്രവാദം ചെയ്യട്ടെ. അവൻ്റെ തൊഴിലാ, അത് ചെയ്യട്ടെ. സാത്താനെ ശപിക്കപ്പെട്ടവനാ. മനസ്സിലായില്ലേ? അത് ഉൽപ്പത്തി പുസ്തകം 3:14. ദൈവം ശപിച്ചതാ. അപ്പോൾ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഞാൻ ഓടി വരാം. നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, മുള്ളും പറക്കാരെ അതിൽ നിന്ന് മുളയ്ക്കും. ദൈവകൽപ്പന ലംഘിച്ചത് മൂലം ദൈവം ശപിക്കുന്നു. ശാപവാക്ക് അവിടെ കടന്നു വരികയാണ്. നീ ആ ദൈവശാപത്തിൽപ്പെട്ട വേറൊരു കാര്യം പറയാം. യോശുവയുടെ പുസ്തകം 6:26 വാക്യം ഇങ്ങനെ പറയാം. അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്നവൻ മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിൻ്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഈ പറയുന്ന പാർട്ടികൾ ആരും ജനിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഈ ഭാഗം വായിച്ച യോശുവയുടെ പുസ്തകം 6:26 അതിനടുത്തടുത്ത് പറയുകയാണ്. 6:26 രാജാക്കന്മാർക്ക് എഴുതിയ 1 പുസ്തകം 16 അധ്യായം നിങ്ങൾ 34 വായിച്ചു നോക്കിയേ. ഇത് പറയുമ്പോൾ ആള് ജനിച്ചിട്ടില്ല. ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം, കാരണം നിങ്ങൾക്ക് സമയമില്ലല്ലോ. അവൻ്റെ കാലത്തെന്നാണ് എഴുതിയത്. ആഹാബിൻ്റെ കാലത്ത് പിശാചിന് നിഴലായി നിൽക്കുന്ന ആഹാബിൻ്റെ കാലത്ത് ബേതേല്യനായ ഹിയേൽ യെരിഹോ പണിതു. യഹോവ തൻ്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിനെ വിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ശെഗൂബ് എന്ന മകനും നഷ്ടം വന്നു. അപ്പൊ ശാപം മൂലം മരിക്കുമോ എന്ന് ചോദിച്ചാൽ മരിക്കത്തില്ലെന്നൊന്നും പറയാൻ പറ്റൂല. ദൈവം പണിയരുതെന്ന് പറയുന്നത് പണി നടത്തിയ വചനാടിസ്ഥാനത്തിലാണ്. അപ്പൊ പുതിയ നിയമത്തിലല്ലേ കൃപായുഗത്തിലല്ലേ ഭാഷ നിൽക്കുന്നത്. ഞാൻ അതിലേക്ക് വരിക. അറക്കുന്നതിന് മുമ്പേ പടയ്ക്കാനിരിക്കരുത്. ഇപ്പൊ ഇവിടെ തെളിവാണ് ഞാൻ എടുക്കുന്നത്. യോശുവ 6:26 ശപഥം ചെയ്തത് ദൈവം മുമ്പാകെ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ യെരിഹോ മതിലിനെ കുറിച്ച് അറിയാലോ. യെരിഹോ മതിൽ ഇനി പണിയരുത്, തുടർന്ന് പണിയരുത് എന്ന് പറഞ്ഞതിന് അതിന് നേരത്തെ പ്രവചനം കൊടുത്തു. അതവിടെ 16 രാജാക്കന്മാർക്ക് എഴുതിയ 1 പുസ്തകം 16:34 കൂടെ ചേർത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാര്യം പിടികിട്ടും. അത് ശാപോ. ഇനി അടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ കൃപായുഗത്തിലേക്ക് വരണം, പുതിയ നിയമത്തിലേക്ക് വരണം. അടുത്താണ് ദെബോര. ന്യായാധിപന്മാർ പുസ്തകം 4-ാം അധ്യായം 5-ാം അധ്യായമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ദെബോര യുദ്ധത്തിന് കൂടെ പോയി അവിടെ യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ച്, മിദ്യാന്യരെ തോൽപ്പിച്ച് അവർ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാട്ട് പാടിക്കൊണ്ട് വരുമ്പോൾ 5:23 പറയുന്നു, മോരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവിൻ, അതിൻ നിവാസികളെ ഉഗ്രമായി ശപിപ്പിൻ എന്ന് യഹോവയുടെ ദൂതൻ അരുളി ചെയ്തു. അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൂട്ടായിട്ട് വന്നില്ലെന്നല്ല എൻ്റെ അർത്ഥം. ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് അവരെ സഹായിച്ചില്ലെന്നുള്ളതായിരിക്കണം അവിടുത്തെ പദം. അപ്പോൾ മോരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവിൻ ഉണ്ടല്ലോ. അടുത്ത 1-2 വാക്യോടെ വായിച്ചിട്ട് വിഷയത്തിലേക്ക് വരാം. യെരമ്യാ പ്രവചനം 11:3 ദൈവത്തിന്റെ വചനത്തെ കേട്ടനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ആവർത്തനം 11:28 വചനത്തെ കേട്ടനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ.
മലാക്കി 3:9 ദൈവത്തെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. ഗലാത്യർ 3:10 ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവർ ശാപത്തിൻ കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനും ശപിക്കപ്പെട്ടവനാ. ന്യായപ്രമാണമൊക്കെ വേണ്ടെന്ന് പറയുന്നവർ ശ്രദ്ധിച്ചോണ്ടേ, പഴയത് വേണ്ട പുതിയത് മതിയെന്ന് പറയുന്നവൻ ശ്രദ്ധിച്ചോണ്ടേ. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ വായിച്ചത്. ഇനി ഒരു ചിന്തയോടെ പറഞ്ഞാൽ പോകാം. അപ്പോൾ ദൈവവചന അനുസരിക്കുന്നവർക്ക് അതിനുള്ള പ്രതിവിധി ഉണ്ട് ഇതിനകത്ത്. അതും കൂടെ പറഞ്ഞുതരാം. ഈ ആ കാലഘട്ടങ്ങളിൽ, അതായത് ഇസ്രായേലിൻ്റെ കാലഘട്ടം, അവർ യാത്ര ചെയ്ത് പോകുമ്പോൾ ശപിക്കുവാൻ 6 പേരെ നിർത്തി, അനുഗ്രഹിക്കുവാൻ 6 പേരെ നിർത്തി. അപ്പം നാം ഈ നിൽക്കുന്ന കാലഘട്ടം ആരെയും ശപിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. വിഷയത്തിൽ അത് വായിച്ചോണം. വേണമെങ്കിൽ ആവർത്തനം 27:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. യാക്കോബിൻ്റെ തലമുറകളെ 6 പേരെ ശപിക്കുവാനും 6 പേരെ അനുഗ്രഹിക്കുവാനും ഗെരിസിം പർവ്വതത്തിലും ഏബാൽ പർവ്വതത്തിലുമായി നിർത്തി. ആ ഭാഗം എല്ലാവർക്കും അറിയാന്നുണ്ട്. ആ ഭാഗം വിളി. ഇനി എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഓടി, അല്ലെങ്കിൽ തീരുവില്ല. അപ്പോൾ ഒന്ന്, ദൈവശാപം. ദൈവകൽപ്പന ലംഘിച്ച് ദൈവവചനത്തിന് വിരോധമായി പോകുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. അതിന് പുതിയ നിയമത്തിൽ എന്താ പറയുന്നത് അതുകൂടെ എടുത്ത് ഇടയ്ക്ക് ഇട്ടാം. ഗലാത്യർ 1:8-9 ഞങ്ങളാകട്ടെ, സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ, ഞങ്ങൾ പ്രസംഗിച്ച ഈ സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പിന്നെയും പറയുന്നു, അവൻ ശപിക്കപ്പെട്ടവനാണ്. ദൈവവചനത്തിന് വിരുദ്ധമായി നിൽക്കുന്നവരൊക്കെ ശപിക്കപ്പെട്ടവൻ. അപ്പം ഞങ്ങൾ അതിനകത്ത് ഒത്തിരി ചോദ്യം വരും. ഇവിടെ ഞാൻ പറഞ്ഞത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷ്യം. ഏത് കാര്യത്തിന് വന്നാലും വചന തെളിവോടുകൂടി വരിക. ഓക്കെ, വെളിപ്പാട് 22:18-19 നോക്കി. വചനം കൂട്ടിയാൽ, ഈ പ്രവചന പുസ്തകത്തിലെ വാക്യങ്ങളെ കൂട്ടിയാൽ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ മുഴുവനും അവന് വരുത്തും. പ്രവചനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞാൽ ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലുമുള്ള അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അതുകൊണ്ടാണ് സദൃശവാക്യം 30:6 പറയുന്നു, 5 പറയുന്നു, ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധീകരിച്ചതാണ്. അതുകൊണ്ട് 30:6 പറയുന്നു, വചനത്തോടൊന്നും കൂട്ടരുത്. ആവർത്തനം 6-ാം അധ്യായം നിങ്ങൾ പഠിച്ചു നോക്ക്, അവിടെയും കിടപ്പുണ്ട്. ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പം ഒന്ന്, വചനത്തെ കൂട്ടിയാൽ ശാപം, ദൈവശാപം. വചനം ദൈവം തന്നെയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ വചനം കൂട്ടി പ്രസംഗിക്കരുത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിട്ടു, ഓരോന്നൊക്കെ ഇറങ്ങി വന്ന ആവശ്യമില്ലാത്ത പറയുന്നത്. വചനം മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മതി. വചനം മാത്രം ചൂണ്ടി ജനത്തിന് കാണിച്ചു കൊടുത്താൽ മതി. ഭയപ്പെടുത്തിയിരിക്കുന്ന. അപ്പം ആക്സിഡന്റ് ശാപം മൂലമല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. പൈശാചികവും അല്ല, മന്ത്രവാദവും മൂലമല്ല. ഇവർക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊന്നും അല്ല. വളരെ ശ്രദ്ധിച്ച് കേട്ടോണ്ടേ. ഞാനെൻ്റെ ഒരിക്കൽ യാക്കോബ് തൻ്റെ തലമുറകളെ വിളിച്ച്, ഉൽപ്പത്തി പുസ്തകം 49:5 മുതൽ 7 വരെയുള്ള വാക്യം, തലമുറകളെ കുറിച്ച് വിളിച്ച് പ്രവചിച്ചു. അപ്പോൾ 34-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിൽ ലേവി ശിമയോനും കൊലപാതകം നടത്തി. ആ ഭാഗം നിങ്ങൾ വായിച്ചോളൂ. അപ്പോൾ കൊലപാതകം നടത്തിക്കഴിഞ്ഞപ്പോൾ മനുഷ്യർ ശപിക്കുന്ന കാര്യമാണ് പറയുന്നത്. കൊലപാതകം നടത്തിക്കഴിഞ്ഞപ്പോൾ എന്നെ ഇവരുടെ ഇടയിൽ നാട്ടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് 49 ഇവരെ വിളിച്ച് പ്രവചിക്കുക. ഇവരെ ലേവിയെ ശിമയോനെ ശപിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49:5 മുതൽ 7 വരെയുള്ള വാക്യം ശപിക്കുന്നു.
ആ ശാപം ഏകദേശം 3 നൂറ്റാണ്ടോളം നിലനിന്നത് ആ കാലഘട്ടങ്ങളിൽ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 25 മുതൽ 39 വരെയുള്ള 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, മോശ പർവ്വതത്തിൽ കയറിയപ്പോൾ ഞങ്ങളുടെ മോശയ്ക്ക് എന്ത് സംഭവിച്ചോ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അഹരോനോട് പറഞ്ഞ് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കാൻ പറഞ്ഞു. വാർത്തുണ്ടാക്കി അഹരോൻ കുടുക്കളെല്ലാം കൂടെ പറിച്ച് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. രണ്ടുപേരും കൂടെ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവ എന്ന് പറഞ്ഞ് അവർ ആരാധന അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പുള്ളിയും ഉപവാസവും കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനകളുമായി 2 കൽപ്പലകകളിൽ 10 കൽപ്പനയുമായി ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ഒരാരവാരം. അഹരോനടക്കം തുള്ളുകയാണെന്ന് കാളക്കുട്ടിയുടെ മുമ്പിൽ. അങ്ങനെ തുള്ളിച്ചാടി നിൽക്കുന്നത് കണ്ടോണ്ട് പുള്ളി എന്താന്ന് ചോദിച്ചു. ഇങ്ങോട്ട് താഴോട്ട് കോപിച്ച് കൽപ്പലകളെ 2 ദേഷ്യം വന്ന് എറിഞ്ഞു പൊട്ടിച്ചു. ഇന്നും അങ്ങനെയാ ചിലർ ഉപവാസം കഴിയുമ്പോഴാണ് എറിഞ്ഞു പൊട്ടിയത്. അതുകൊണ്ട് ഉപവാസമൊക്കെ ഇരിക്കും വളരെ ശ്രദ്ധിച്ചോണ്ടേ എറിഞ്ഞു പൊട്ടിയിലൊക്കെ നടക്കും. ചില സഹോദരിമാരും ഇങ്ങനെയാ. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞത് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ പാത്രം എടുത്ത് നിലത്തടിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡോറെങ്കിലും പിടിച്ചടിച്ചിട്ട് പോകും. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. ഒന്നും കാണിക്കാൻ പാടില്ല. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം, കേൾക്കാം, ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങനെ പുള്ളി തല്ലിപ്പൊട്ടിച്ചു. മോശയുടെ കാര്യമാണ് പറഞ്ഞത്. മോശ തല്ലിപ്പൊട്ടിച്ചു. ഇന്ന് തല്ലിപ്പൊട്ടിയിട്ട് എവിടെല്ലാം നടക്കുന്നു, ഏതെല്ലാം കുടുംബങ്ങളിൽ നടക്കുന്നു. ഉപവാസം കഴിയുമ്പോൾ തല്ലിപ്പൊട്ടിയിരാ ജോലി, അല്ലെങ്കിൽ ചൗക്കുറ്റിയെ അടിച്ചു പൊട്ടിയിരാ ജോലി. എവിടെല്ലാം നടക്കുന്നു. ഇത് അവിടെ തുടങ്ങിയതാ. അപ്പം ഞാൻ പറയാം, വിഷയത്തിലേക്ക് വരാം. തല്ലിപ്പൊട്ടിച്ചു. അങ്ങനെ യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരുണ്ടെന്ന് നോക്കുമ്പോൾ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലേവിയെ ശിമയോനെ ശപിച്ചു. പക്ഷെ ലേവിയർ മാറി നിന്നെന്ന ഈ കാളക്കുട്ടിയെ വാർത്ത് ഉണ്ടാക്കിയിട്ട് ആരാധിക്കാൻ ലേവിയർ മാറി നിന്നിട്ട് പറഞ്ഞ് യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ വാളെടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അവർ യുദ്ധം ചെയ്തു. ഒന്നിനെ നോക്കാതെ വെട്ടി, 3000-ലധികം പേരെ വെട്ടി. അങ്ങനെ മോശ പ്രാർത്ഥിച്ചു. ഇവർക്കുണ്ടായിരുന്ന ആ ശാപം അവിടെ അനുഗ്രഹമായി തീരുന്നതായിട്ട് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യപ്രകാരം നിങ്ങൾ വായിച്ചാൽ അവിടെ കാണാം. ശിമയോന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ ശിമയോന്റെ കാര്യം എഴുതാം. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചെന്നറിയാം. എന്തെല്ലാം 5 പുസ്തകം എഴുതാൻ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, യവന്മാരെല്ലാം അഹരോനടക്കം ഇവൻ മാറി നിന്നപ്പോൾ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയപ്പോൾ ഇവൻ മാറി നിന്നവനല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യുക, അവൻ്റെ പേരിലൊരു പുസ്തകം എഴുതിക്കൊള്ളാം. ശുശ്രൂഷ അവനെ അങ്ങ് പരമേൽപ്പിക്കാൻ പറഞ്ഞു. ഏബോധം അവനെ പരമേൽപ്പിക്കാൻ, സകലത അവരെ അങ്ങ് പരമേൽപ്പിക്കാൻ പറഞ്ഞു. അരുളപ്പാട്, ദൂതുകൾ, ആലോചനകൾ എല്ലാം അവരെ അങ്ങ് പരമേൽപ്പിക്കാൻ പറഞ്ഞു. ചുമക്കുന്നത് സമാഗമനകൂടത്തിലെ കാര്യവും മഹാപുരോഹിതന് ലേവി ഗോത്രത്തിൽ തന്നെ വരട്ടെ. അങ്ങനെ അങ്ങോട്ട് ദൈവം അങ്ങോട്ട് വലിയൊരു പദവി കൊടുത്തു. അങ്ങനെ അവൻ അനുഗ്രഹമായി മാറി. അത്രയും ഭാഗം കൊണ്ട് അവിടെ നിർത്തുന്നു. മനുഷ്യർ ശപിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആദ്യം യാക്കോബ് ശപിക്കുന്നു, അതിൻ്റെ കാര്യം അവിടെ നിർത്തി. രണ്ടാമത് ഏലിയാവ് ശപിച്ചതാകാം, എന്തോ ആകട്ടെ, നിങ്ങൾ ആ ഭാഗം വായിച്ചോണ്ട് ഞാൻ തൊട്ടുവിടുകയാണ്. ഏലിയാവിന് വിരോധമായി 50 പേരിൽ അധിപതി 50 പേരെയും കൂടെ കൂട്ടിവിട്ടു. രാജാക്കന്മാർക്കെഴുതിയ രണ്ടാം പുസ്തകം രാജാക്കന്മാർക്കെഴുതിയ 2-ാം പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 15 വരെ നിങ്ങൾ വായിച്ചോണം. തൊട്ടുവിടുകയാണ്. അങ്ങനെ ദൈവദാസനെതിരെ ഇങ്ങോട്ട് അവരെ തോൽപ്പിച്ച് അങ്ങോട്ട് ശത്രുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് 50 എണ്ണത്തിനെ ഇങ്ങോട്ട് വിട്ടു. 50 വീതം വിട്ടു. 2 പ്രാവശ്യവും പുള്ളി അങ്ങോട്ട് പ്രാർത്ഥിച്ച് തീ ഇറക്കി. അങ്ങനെ ഇവരെന്ത് ചെയ്തു, കത്തിപ്പോയി. അടുത്ത 3ാമത് വന്ന കൂട്ടരിൽ 50-ൽ അധിപതി ഇയാൾ ഓടിച്ചെന്ന് ഏലിയാവിൻ്റെ മുമ്പാകെ മുട്ടുകുത്തി. ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങളുടെ പ്രാണനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മുട്ടുകുത്തി. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. ശാപമാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അടുത്തൊരു പദമാണ് രാജാക്കന്മാർക്കെഴുതിയ 2-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ
2-ാം പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് ഒരു എലീശയെ കയറി മുട്ടത്തലയാ എന്ന് മറുവിളിച്ചു. 42 ബാലന്മാർ കയറി മുട്ടത്തലയാ കയറുവാന്നല്ല കയറിപ്പോ എന്ന് പറഞ്ഞാൽ നിന്റെ തലവനെ എടുത്തല്ലോ, അതേക്ക് കയറിപ്പോ എന്ന് പറഞ്ഞ് അസഹ്യപ്പെടുത്തിയപ്പോ ശപിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ ഒരു ശാപവാക്ക് പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യമാണ്. കാട്ടിൽ നിന്ന് 2 പെൺകരടി വന്ന് 42 ബാലന്മാരെയും കടിച്ചു കീറിക്കൊന്നത് ന്യായമോ എന്നൊക്കെ ചോദിക്കാം. ഞാൻ ചോദിക്കുന്നത്, കയറിപ്പോണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവന്മാരൊന്നുമല്ല. ദൈവം എപ്പോൾ വിളിക്കുമോ അപ്പോൾ ഞങ്ങൾ കയറിപ്പോവും. അതിന് ഞങ്ങളെ കളിയാക്കേണ്ട കാര്യമില്ല. ഇവിടെ കളിയാക്കിയതാ മുട്ടത്തലയാന്ന്. അപ്പം ഞാനും മുട്ടത്തലയനാ, കളിയാക്കിക്കോ. കാരണം ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ കഷണ്ടികളെല്ലാം മഹാത്മാഗാന്ധി തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മുട്ടത്തലയന്മാരാ. ഓക്കെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. വിഷയത്തിലേക്ക് ഞാൻ ഓടി വരാം. ഇപ്പം മനസ്സിലായല്ലോ. അങ്ങനെയും അവിടെ ഇത് കിടക്കുന്നു. അത് കളിയാക്കിയത് നിമിത്തമാണ് അവിടെ 42 പേര് കയറിവാന്നല്ല, പോ നിന്റെ അവൻ എടുത്ത പോലെ കയറിപ്പോ, നിന്റെ ആവശ്യം ഇവിടെ ഇല്ല, നീ അങ്ങ് ചാവ്, അല്ലെങ്കിൽ നീ ചത്തിട്ട് പോ, എങ്ങനെയാന്ന് വെച്ചാൽ നീ പോ എന്ന് പറഞ്ഞ് കളിയാക്കിയതാ. അതാണ് അതിൻ്റെ ശരിയായ വ്യാഖ്യാനം. അല്ലാതെ പോട്ടു. അപ്പം മനസ്സിലായല്ലോ. ഇനി എൻ്റെ വിഷയത്തിൽ നോഹ ഉപദേശി നല്ലൊരു മനുഷ്യനായിരുന്നു. ആ കാലത്ത് നല്ലൊരു ഉപദേശിയായിരുന്നു. 6-ാം അധ്യായം 6-ാം അധ്യായം 7-ാം അധ്യായം 8-ാം അധ്യായം 9-ാം അധ്യായം നോഹ ഉപദേശിയുടെ ചരിത്രം. 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 18 മുതൽ 25 വരെയുള്ള വാക്യം. പുള്ളി പട്ടണത്തിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാ ദൈവം വാഗ്ദത്തവും കൊടുത്തു. 9-ാം അധ്യായത്തിൽ വാഗ്ദത്തം കൊടുത്തു. പെറ്റുപെരുകി സന്താനപുഷ്ടിയുള്ളവരായി തീർന്ന് വീണ്ടും വാഗ്ദത്തം കൊടുത്തു. ആയുസ്സിനെ നീട്ടിക്കൊടുത്തു. 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്റെ ആയുസ്സിനെ 120 ആക്കുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് നേരെ മോശ 120 സംവത്സരമേ ജീവിച്ചിരുന്നുള്ളൂ. എങ്കിലും ഇവിടുന്ന് നേരെ ഇദ്ദേഹത്തിന് 950 വയസ്സ് വരെ ജീവിക്കുവാനുള്ള ദൈവകൃപ ദൈവം കൊടുത്തു. തലമുറയായി നന്മകൾ കണ്ടു എടുത്തു. എന്നാലും ഇയാൾ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി വീഞ്ഞ് കുടിച്ച് ഇയാൾ അടിച്ച് പൂസായി കിടന്നു. പണ്ടൊക്കെ ഞാനൊക്കെ ലോറിയൊക്കെ കൊണ്ടുപോകുന്ന കാലഘട്ടങ്ങൾ ഓരോരുത്തന്മാരുടെ റോഡിൽ ഇതുപോലെ കിടക്കുവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നിട്ട് ഇദ്ദേഹത്തിന് ശേം, ഹാം, യാഫെത്ത് എന്ന 3 മക്കളിൽ 2-ാമത്തെ മകനായ ഹാം ഒരു പരിപാടി ചെയ്തു. അപ്പൻ്റെ നഗ്നത കണ്ടിട്ട് ഇവൻ എന്ത് ചെയ്തു, ചെന്ന് സഹോദരന്മാരോട് പറഞ്ഞു, അന്നെ അങ്ങ് മറച്ചാൽ പോരെ, എൻ്റെ അപ്പനാണല്ലോ എന്ന് പറഞ്ഞ ഒരു വസ്ത്രമെടുത്ത്, നീങ്ങിക്കിടന്ന വസ്ത്രമെടുത്ത് അങ്ങനെ ഇദ്ദേഹം ഇത് അടിച്ച പൂസായി. എൻ്റെ ഭാഷയിലാണ്, നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഈ പുള്ളി ഇങ്ങനെ കിടന്നു എങ്കിലും മറ്റുള്ളവരോട് 2 പേരോടും ശേമിനോടും യാഫെത്തിനോടും പോയി പറഞ്ഞ് അവരെന്ത് ചെയ്തു, അപ്പൻ്റെ നഗ്നത കാണാതെ, അവിടെ എഴുതിയിരിക്കുന്ന പദമാണ് ഞാൻ പറയുന്നത്, അവർ മുഖം തിരിച്ചു കൊണ്ടുവന്ന് അപ്പനെ മറച്ചു. ഒരു തുണി കൊണ്ടുവന്നിട്ട് ഇതങ്ങ് ഇളക് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ഇയാൾ ഒരു കെട്ടൊക്കെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണൂർ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു കനാനെ ശപിച്ചെന്ന് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഹാമിൻ്റെ സന്തതി പരമ്പരയാണല്ലോ കനാൻ. എങ്ങനെയോ വ്യാഖ്യാനിക്കുക, കനാനെ ശപിച്ചു എന്നൊരു പദം കിടക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, കനാന്യർ പാർത്ത ദേശമാണ് കനാൻ ദേശം. അവര് നഗ്നദേവിയെ പൂജിച്ചും നഗ്നദേവനെ പൂജിച്ചും അവർ ആ ദേശത്ത് അശ്വരെയും ബാലിനെയും ആരാധിച്ച് ദൈവത്തെ കോപിപ്പിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പോൾ കോപിച്ച് ഇന്ന് അങ്ങനെ സ്വർഗത്തിൽ ദൈവം എന്ത് ചെയ്തു, അബ്രഹാമിനെ വിളിച്ചിറക്കി ആ ദേശം കൊടുക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ഇവരെ ആ ദേശത്തു നിന്നും തുരത്തണമെന്ന് ദൈവം പറഞ്ഞു. കനാൻ മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ആ പദം കണ്ടല്ലോ. ഇനി അടുത്ത് വരാൻ, ശിമൈ എന്നൊരുവൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, കീശിൻ്റെ മകനായ ശൗലിൻ്റെ, അല്ലെങ്കിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ഇവരുടെ കുലത്തിൽപ്പെട്ട ഒരുവൻ, ശൗലിൻ്റെ കുലത്തിൽപ്പെട്ട ഒരുവൻ
ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗലിൻ്റെ കുലത്തിൽപ്പെട്ട ഒരുവൻ ശിമെയി ദാവീദിനെ ശപിക്കുന്നു. 16 ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 16-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇയാളെ ഓടി നടന്ന് കല്ല് വാരി എറിഞ്ഞ്, ഞാൻ ഇതിനൊക്കെ ചിന്തിച്ചത് മണൽ വാരി എറിഞ്ഞാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ ചിലരുണ്ട് മണ്ണ് വാരി എറിഞ്ഞ് ശപിച്ചു കളയും. എന്നെ കേൾക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചാണ്, നിനക്ക് എന്നെ വാരി ശപിച്ചാലും നിനക്കൊന്നും പറ്റത്തില്ല. അത് പറയാനാണ് ഇത്രയും പറയുന്നത്. അപ്പോൾ കല്ല് വാരി എറിഞ്ഞ് അവരെയൊക്കെ ശപിക്കുക. അപ്പോഴും അഭിഷായി വയ്ക്കുന്ന ഈ ചത്തനായ ഒറ്റ വെട്ടിനങ്ങ് ഒന്നുകളെ കേട്ടോ വന്നു. അപ്പോൾ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, അവനെ ദൈവം ശപിക്കാൻ ഏൽപ്പിച്ചിരിക്കുക, അവൻ ശപിക്കട്ടെ. പക്ഷേ എൻ്റെ സങ്കടം കണ്ട്, എൻ്റെ വേദന കണ്ട്, അവിടെ ഒരു പദം ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ശപിക്കട്ടെ, അവൻ്റെ ശാപത്തിന് പകരം യഹോവ എൻ്റെ സങ്കടം നോക്കി എനിക്ക് അനുഗ്രഹം തരും. 16 ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം. അനുഗ്രഹം തരും. ഇതെല്ലാം പറഞ്ഞിട്ട് വേണം, എനിക്ക് ഓടിച്ച് പറഞ്ഞിട്ട് വേണം ഒരു കാര്യം പറയാം. വചനമാണല്ലോ അടിസ്ഥാനം, വചനമാണല്ലോ വിടുതൽ, വചനമാണല്ലോ വിടുവിക്കുന്ന, വചനമാണല്ലോ ഉറപ്പിക്കുന്നത്, വചനമാണല്ലോ ഭൂമിയുടെ അറ്റത്തോളം ചെല്ലുന്ന, വചനമാണല്ലോ ശുദ്ധീകരിക്കുന്നത്. ജനത്തിൻ്റെ ശാപം. അപ്പോൾ ഇനി ആക്സിഡൻറ്റോ അതോ ഇതോ എന്തു വന്നാലും നിങ്ങളെ തൊടത്തില്ല. എൻ്റെ അപ്പനറിയാതെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ശക്തമായി വചനം, ഇഷ്ടം പോലെ വചനം വാരി വെതറിയിട്ടുണ്ട്. ഇരുന്ന് വായിച്ചാൽ മതി. ബാക്കിയുള്ളവരെ ഒരു വാക്യം അവിടെ നിന്ന് മുകളിൽ നിന്ന് എടുത്തിട്ട് ഈ കോമാളി പറയുന്നത് പോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും അംഗീകരിക്കത്തില്ല. അത് സാർശ്വാക്യം 27 ഒന്നെടുത്ത് വായിച്ചപ്പോഴേ നാളെ എന്ത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നെന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റത്തില്ല, ഒരു മന്ത്രവാദിക്കും പറയാൻ പറ്റത്തില്ല. ആയുഷിനെ കൊടുത്ത ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. വചനം എടുത്ത് പറ. വചനം അറിയത്തില്ല, വീട്ടിൽ കയറിയിരിക്കുക, കോക്കാൻ പീച്ച പറയാൻ. വചനം തെളിയിച്ചു കൊടുക്ക്, ജനത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ പോരെ. ദാവീദ് പറയുന്നത് കേട്ടോ. അവസാനം എന്ത് ചെയ്തു? ശലോമോന്റെ കാലം വന്നപ്പോൾ ശലോമോൻ വെട്ടിക്കൊല്ലേണ്ടി വന്നു ശിമെയിയെ. അവരൊത്തിരി ദ്രോഹം ചെയ്തു. അതിനൊക്കെ കാരണമുണ്ട്. ദാവീദിന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. ശമിക്കാനുള്ള കാരണമുണ്ട്. അതൊക്കെ അവിടെ 16-ാം അധ്യായം ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 16-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. അതിനകത്ത് കിടപ്പുണ്ട് കാര്യങ്ങൾ, ഞാനങ്ങ് ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദൈവവചന അടിസ്ഥാനത്തിൽ കിടക്കുക. അപ്പോൾ മരണം പല വിധത്തിലാണ് നടന്നിരിക്കുന്ന. ബൈബിൾ എഴുതിയിട്ടുണ്ട്. കയീൻ ശാപഗ്രസ്തനായി പോയി. എന്തുകൊണ്ടാണ്? കൊലപാതകം നടന്നുകൊണ്ട് അവൻ ശാപഗ്രസ്തനായി. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം, 4-1 മുതൽ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. 11-ാം വാക്യം. കയ്യൻ ശാപഗ്രസ്തനായി പോകാനുള്ള അവൻ്റെ രക്തം അവിടെ കിടന്ന് നിലവിളിക്കുക. അപ്പം കൊല ചെയ്യുന്നവരും അത് നിനക്ക് നിന്റെ തലമുറയ്ക്ക് അത് ശാപമാണ്. നിരപരാധികളെ വെട്ടിക്കൊല്ലുന്നത്, ഒളിച്ചിരുന്ന് വെട്ടുന്നവരൊക്കെ ശ്രദ്ധിച്ചോണം. ഈ ഉൽപ്പത്തി പുസ്തകം 4-1 മുതൽ 11 വരെ വായിച്ചാൽ, അല്ലെങ്കിൽ 11-ാം വാക്യം വായിച്ചാൽ മതി. അവരുടെ രക്തം അവിടെ കിടന്ന് നിലവിളിക്കും. അത് ദേശത്തിന് ശാപമാണ്, ദേശത്തിന് ശാപം. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശത്തിന് ശാപം ഉണ്ടോ എന്നൊരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുക. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 3-4 വാക്യം, ബാക്കി ഭാഗങ്ങൾ വിടുന്നു. അവൻ എന്നോട് പറഞ്ഞത്, ഇത് സർവദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു. മോഷ്ടിക്കുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. സത്യം ചെയ്യുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. ഞാൻ അതിനെ ശാപത്തെ പുറപ്പെടുവിച്ചിട്ട് അത് കള്ളൻ്റെ വീട്ടിലേക്കും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെ വീട്ടിലേക്കും ചെല്ലും. അത് അവൻ്റെ വീട്ടിനകത്ത് താമസിച്ച് അതിനെ മരവും കല്ലുമായി നശിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഇനി ഒന്നുകൂടെ എടുത്ത് പറയാം, വായിച്ചോണ്ട് 2 പ്രാവശ്യം വായിക്കാൻ സമയമില്ല. 5-ാം അധ്യായം സക്കറിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 3-4 വാക്യം. സക്കറിയ ചാപ്റ്റർ 5 വേഴ്സസ് 3-4. ഈ 2 വാക്യം ഒന്ന് വായിച്ചോണ്ട്. അപ്പം ശാപം പുറപ്പെടുമോ?
ശാപം പറഞ്ഞു വീട്ടിൽ കയറി താമസിക്കുമെന്ന. അപ്പോൾ ഇതിന് ജീവനുണ്ടോ? തീർത്ത് കേൾക്കണം ഈ വീഡിയോ. നീളം കൂടുന്നു എങ്ങനെ 2 വാക്കും കൊണ്ട് നിർത്തുന്നത്? ഒരു വാക്ക് തെളിയിക്കുന്നത് മനസ്സുള്ളവരെ കേട്ടാൽ മതി. ഇല്ലെങ്കിൽ പേടിച്ച് വിറച്ചിരിക്ക്. ശാപം കയറി അടിക്കും, മന്ത്രവാദം കയറി അടിക്കും, കൂടോത്രം കയറി അടിക്കും എന്നും പറഞ്ഞുകൊണ്ടിരിക്കെ. വെറുതെ വിട്ടിട്ട് ദൈവത്തെ വിളിക്ക്, ജീവനുള്ള ദൈവത്തെ വിളിക്ക്. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന്. എൻ്റെ പാവം എത്ര കടും ചൂപ്പരുന്നാലും അതിനെ വിളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിൻ്റെ രക്തം ധാരധാരയെ ഒഴുകുന്നു. ആ രക്തത്തിൻ്റെ മുന്നിൽ നിൽക്ക്, പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുക്കി. മനസ്സിലായില്ലേ? വിഷയത്തിലേക്ക് വരാം. 2-3 കാര്യം പറഞ്ഞ് ഓടിച്ചു ഞാൻ പറയാം. അപ്പോൾ കയീൻ കൊലപാതകം നടത്തിയത് അനുജനെ കൊന്നതുകൊണ്ട് അത് ശാപഗ്രസ്തനായി പോന്ന് ദൈവം തന്നെ പറഞ്ഞതാ. ഈ ഹിയന്റെ ബേതേലിനായ ഹിയന്റെ മക്കൾ മരിച്ചത് എന്തുകൊണ്ടാ? ചെയ്യരുതെന്ന് പറഞ്ഞത്, എരികോ ഇനി പട്ടണം പണിയരുതെന്ന് പറഞ്ഞത് പണിതത് കൊണ്ടല്ലേ? ഒരിക്കൽ പറഞ്ഞതല്ലേ ചെയ്യരുതെന്ന്. അപ്പോൾ അവിടെ യോശുവയുടെ പുസ്തകം 6:26, രാജാക്കന്മാർക്ക് എഴുതുന്ന പുസ്തകം 16:34 2-3 പ്രാവശ്യം എടുത്ത് പറഞ്ഞുതരാം. എന്നാൽ ഇതൊന്നും കേൾക്കില്ല. പണ്ട് അമ്മായിയമ്മ പറഞ്ഞത് ഓർത്തോണ്ടിരിക്കും ഇപ്പോഴും. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ വചനമൊന്നും ഒരെണ്ണം ഓർക്കത്തില്ല. അല്ലെങ്കിൽ പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞത് ഓർത്തോണ്ടിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ശാപം? ഇനി വേറെ പറയാം. ഹൊപ്നിയും ഫിനെഹാസും മരിച്ചത് എന്തുകൊണ്ടാണ്? അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിച്ചത് എന്തുകൊണ്ടാന്ന്? അപ്പം താക്കീത് ചെയ്യാത്തോണ്ടാന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ട് വാക്യം. പക്ഷെ ഏലി ഒരു കാര്യം പറഞ്ഞു. ശമൂവേൽ എഴുതിയ 1 പുസ്തകം 2-ാം അധ്യായം 12 മുതൽ വായിക്കും. താഴോട്ട് വായിക്കുക. മക്കളെ, നിങ്ങൾ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് ചോദിക്കുക. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ദൈവത്തോടാണ്, നിർത്തിക്കോ എന്നുള്ള താക്കീത് അവിടെ കിടപ്പുണ്ട്. അതാരും പറയത്തില്ല. ദൈവം പറഞ്ഞത് ശരി, വചനത്തിലുണ്ട്, നിങ്ങൾ പറയുന്നതുണ്ട്. പക്ഷെ ഇപ്പുറത്തൊരു വാക്യം കിടപ്പില്ലേ? അയാൾക്ക് അത്രേ പറയാൻ പറ്റൂ. തലമുറയോട് അല്ലെങ്കിൽ അപ്പനെ അടിച്ചു കൊല്ലത്തില്ലേ അവന്മാരെല്ലാം കൂടെ? ദൈവത്തെ പേടിയില്ലാതെ ശങ്കയിൽ നടക്കുന്നവന്മാരെന്ത് ചെയ്യും? അപ്പം വായിച്ചു തന്നില്ലേ? അങ്ങോട്ട് ചെന്ന് അപ്പാ എന്ന് പറഞ്ഞോണ്ട് സ്നേഹത്തോടെ ചെന്ന് നിന്നിട്ട് കഴുത്തിൽ കത്തി വെച്ചാൽ പോരെ? അപ്പൻ്റെ സങ്കടം അതോടുകൂടി തീരത്തില്ലേ? അപ്പം ഹൊപ്നിയും ഫിനെഹാസും മരിച്ചതിൻ്റെ കാരണം നിങ്ങൾ 2-ാം അധ്യായം ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 2-ാം അധ്യായം 12 മുതൽ തീർത്തും വായിച്ച് 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ തീർത്ത് വായിച്ചാൽ മതി. ഇത്രയും ഭാഗം വായിച്ചു നോക്ക്. എന്തുകൊണ്ടാണ് ഇവർ പട്ടകത്തിൻ്റെ കൂടെ നടന്നത്? പട്ടകം ചുമക്കുന്നത് കഹാത്തിരെ പുരോഹിതന്മാരുടെ തോളിലിരിക്കണം. വിശുദ്ധിയില്ലാതെ ഈ പട്ടകം ചുമന്നത് കൊണ്ടല്ലേ, പട്ടകം എടുത്തത് കൊണ്ടല്ലേ ഷൈൻ ചെയ്യാൻ പോയതാ. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിലേക്ക് 6 വരെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ 20 വർഷക്കാലം ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 20-ാം അധ്യായം ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 20 വർഷക്കാലം കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിലായിരുന്ന ഈ പട്ടകം അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. ഉസാകറി പട്ടകത്തെ പിടിച്ചില്ലേ? തൽക്ഷണം മരിച്ചില്ലേ? അതെന്താ? ഇതിന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ പ്രകാരം കയറി പിടിച്ചത് കൊണ്ടാ. എന്ന് പറഞ്ഞാൽ, 1, പെട്ടകം കാളവണ്ടിയിൽ കെട്ടാൻ വ്യവസ്ഥയില്ല. 2, തണ്ടുകൾ ഊരാൻ പാടില്ല. പുറപ്പാട് 25, 14, 15, 16 തണ്ടുകൾ ഊരരുത്. പെട്ടകം തണ്ടുകളാൽ ചുമക്കണം. കഹാത്യരായ പുരോഹിതന്മാരുടെ തോളിലിരിക്കണം. അവരാണ് പെട്ടകം ചുമക്കുന്നത്. വണ്ടിയിൽ കയറ്റി വെച്ചിട്ട് കാളകൾ ഇങ്ങനെ 2 ഉസ എന്ന കാളയും അഹിയോ എന്ന കാളയും ചേട്ടൻ കാളയും അഴയും കാളയും ഹൊപ്നി എന്ന കാളയും ഫിനെഹാസ് എന്ന കാളയും ഇവന്മാരൊക്കെ അങ്ങോട്ട് ചുമന്നു. ദൈവം തൊട്ടവനെ തട്ടി, അത്രേ ഉള്ളൂ. അത് ശാപമാണോ? അനുസരണക്കേടാണോ? ദൈവകൽപ്പന ലംഘിച്ചതാണ്. അത് നിങ്ങളെടുക്ക്. ശാപത്തെക്കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മരണം ഒരുപാട് പല വിധത്തിൽ നടന്നിട്ടുണ്ട്.
ഇപ്പം തർമ്മരാജൻ ചിലപ്പോൾ നാളെ ആക്സിഡൻറ്റിലായിരിക്കും മരിക്കുന്നത്. അതിനെന്നാ അത് ശാപമാണ്? അത് സാത്താനടുത്താണ്. എങ്ങനെ ആകാലോ? നാളത്തെ സമയം എന്തൊക്കെ സംഭവിക്കും നമുക്കറിയില്ല. സദൃശവാക്യം 27:1. പക്ഷെ ഇന്ന് ഒരുങ്ങിയിരിക്കേ പോകാൻ. ഞാനൊരു പോയിന്റ് കൂടെ പറഞ്ഞ് നിർത്താം. കുറേ കാര്യങ്ങളുണ്ട്. അപ്പനെ വേട്ടപ്പട്ടിയെ പോലെ ഓടിച്ചല്ലേ അബ്സാലോം. 15, 16 ശമൂവേൽ 2 പുസ്തകം 15, 16, 17 ഒക്കെ വായിച്ചു നോക്കി. 18 അവസാനം അടിച്ചു കൊന്ന് തൂങ്ങി കിടന്നപ്പോൾ തലമുടി കുരുങ്ങി കരുവേലത്ത് തലമുടി കിടന്ന് വീണപ്പോൾ അടിച്ചു ശരിയാക്കി കൊന്നു. എന്തായാലും കൊന്നു. അപ്പനെതിരെ നിന്നതാ. കൂയിട്ടൊന്നും കാര്യമില്ല. ഓരോന്നിൻ്റെ മരണത്തെ എങ്ങനെ ചാകണമെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ആരും വിധിക്കാൻ പോകണ്ട. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആരാണ് നിൽക്കുന്നതെന്നാണ് റോമർ 8:31 ചോദിക്കുന്നത്. ദൈവം പ്രതികൂലമായി നിൽക്കരുത്. ദൈവം നമുക്ക് ശത്രുവായി നിൽക്കരുത്. കുറവുകളുണ്ടാവും. കർത്താവേ ക്ഷമിക്കണമേ, അവിടുത്തെ രക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞു നോക്ക്. ഓടി വരാം. അടുത്ത ഒരാടെ മരണം അഹിതോഫേൽ കഴിഞ്ഞ പ്രാവശ്യം തൂങ്ങിച്ചത്തു. ശമൂവേൽ 2 പുസ്തകം 17:23. യൂദ കെട്ടിഞ്ഞാണ് ചത്തു. കെട്ടിഞ്ഞാണ് ചത്തില്ല, പുള്ളി കെട്ടിഞ്ഞാണു. അത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടാ. മത്തായി 27:5, അപ്പോസ്തലപ്രവൃത്തി 1:18 കറക്റ്റായിട്ട് വായിച്ചോണ്ട് എങ്ങനെയാണ് ചത്തേന്ന്. അവൻ കെട്ടിയാണ്, ചാകാനായിട്ടാണ് കെട്ടിയാണ്. താൻ വാങ്ങിച്ച പൈസ ഭണ്ഡാരത്തിനോട് അങ്ങോട്ട് അമ്മരുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തിട്ട് പുള്ളി കെട്ടിയാണ് ചാകാൻ വേണ്ടി കെട്ടിയാണ്. കയർ പൊട്ടി താഴെ വീണു, കുടല് തെറിച്ചു. അങ്ങനെയാ പുള്ളി ചത്ത്. അപ്പം അങ്ങനെ ചാവണമെന്നായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ശൗല് താൻ കുന്തം കൊണ്ട് ദാവീദിനെ കുത്താൻ നടന്ന് ആ കുന്തത്തെ വീണു. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ. അവസാനം എങ്ങനെ മരിച്ചു? ഒരു അമാലേക്കൻ അവനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. ശമൂവേൽ എഴുതിയ 1 പുസ്തകം 31, ശമൂവേൽ എഴുതിയ 2 പുസ്തകം 1 അധ്യായം ചേർത്ത് പഠിക്കുക. 1 മുതൽ 15 വരെയുള്ള വാക്യം വായിച്ചാലും മതി. അപ്പൊ നോക്കണേ, അഹരോന്റെ മക്കൾ മരിച്ചത് ഏത് വിധത്തിലായാലും സന്തോഷത്തോടെ സ്വീകരിക്കുക. ലേവ്യ പുസ്തകം 10 അധ്യായം നിങ്ങൾ പഠിച്ചേ. അഹരോന്റെ അന്യാഗ്നി കത്തിച്ചത് എന്തോന്നമ്മ അന്യാഗ്നി കത്തിച്ചത് 9 അധ്യായം പഠിച്ചു. ലേവ്യ പുസ്തകം 9 അധ്യായം 10 അധ്യായം പഠിച്ചു നോക്ക്. 10 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം വായിച്ചു നോക്കിയേ. ഞമ്മരെന്തോ ചെയ്തതെന്ന്. 9 അധ്യായത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. കാരണം 9 അധ്യായത്തിൽ ഇവരവിടെ ഉണ്ട്, അപ്പൻ്റെ കൂടെ അവിടെ ഉണ്ട്. 9:24 വായിച്ചു നോക്ക്. യഹോവ പ്രസാദിച്ചിട്ടാ അവിടുന്ന് തീയിറക്കിയത്, അല്ലാതെ ഇവിടുത്തെ വലിയ പുള്ളികൾ ആരും അല്ല തീയിറക്കുന്നത്. ഇവിടുത്തെ IPC-കാരോ യാജിക്കാരോ ചർച്ചാക്കാരോ ശാരംകാരല്ല തീയിറക്കുന്നത്. അപ്പൊ അവരാരും അല്ല തീയിറക്കുന്നത് സ്വർഗത്തിൽ നിന്ന് അവിടെ തീയിറങ്ങി. ആ തീ കടാതെ സൂക്ഷിച്ച് ഇങ്ങോട്ട് വന്ന് 10 അധ്യായത്തിൽ അന്യാഗ്നി എവിടെ നിന്ന് വന്നു? അതെ, അവിടെ എഴുതിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 10 അധ്യായം താഴോട്ട് വായിക്കണമെന്ന്. പണ്ടൊരുത്തം പറഞ്ഞ മോശ മുകളിലോട്ട് കയറിപ്പോയെന്ന് പറഞ്ഞ മീശ മുകളിലോട്ട് പോയെന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ വായിക്കണ്ട. ഇതിവിടുത്തെ ചിന്താവിഷയം അതല്ല. ശാപം ഫലിക്കത്തില്ല. ഞാൻ തെളിയിച്ചു തരാം വചനത്തിൽ കൂടെ. സദൃശവാക്യം 26:2 നല്ലൊരു വാക്യമുണ്ട്, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സദൃശവാക്യം 26:2. അതായത് കുരുകിൽ പറന്നു പോകുന്നത് പോലെയും വചനവും കാണുന്നു. അവിടെ പറയുന്നത് കുരുകിൽ പറന്നു പോകുന്നതും ഭീമൻ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെയുള്ള ശാപം ഫലിക്കുകയില്ല. കാരണം കൂടാതെ ശാപം ഫലിക്കത്തില്ല.
പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? കാരണം കൂടെ ഒരു ശാപവും ഫലിക്കില്ല. അപ്പം കാരണം ഉണ്ടെങ്കിൽ ഫലിക്കും എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. ഇനി പറയാം, ഓടിച്ച് പറയാം, അല്ലെങ്കിൽ ഇത് തീരൂല. പിന്നെ ചിലരുണ്ട് പേപ്പർ കീറി ശാപം മുറിക്കുന്നവർ. അവരോട് ഒന്ന് ശ്രദ്ധിച്ചോണ്ടേ ഈ വചനമൊക്കെ. നീ പേപ്പർ കീറിയതുകൊണ്ടോ തലയൊക്കെ വെച്ച് കുലുക്കിയത് കൊണ്ടോ ഒന്നും ശാപം മാറൂല. ശാപം മാറൂല, ഉറപ്പായിട്ട് പറയാം. ഇനി ശാപത്തെക്കുറിച്ച് വീഡിയോ ഇടണമെന്ന് പറയല്ലേ ആരും. എനിക്ക് സമയമില്ല. ഇതിപ്പോൾ ഇവിടെ ദൈവം അല്പം സമയം തരുന്നു, ഞാനിവിടെ ഇരിക്കുന്നു, വചനം കുത്തിക്കുറിക്കുന്നു, ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് ആരോടും ഒരു മനുഷ്യനോടും പണക്കമില്ല. എന്നെ പട്ടിയെന്ന് വിളിച്ചവന്മാരോടും പണക്കമില്ല. എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാർക്കും ഒന്നും പണക്കമില്ല. പക്ഷേ ഇവരെ ഈ കുണ്ടുകടത്തി കിടന്ന് തവള പറയുന്ന പോലെ അവിടെ കിടന്നേ പറയത്തുള്ളൂ, പുറത്തോട്ടിറങ്ങി പറയില്ല. ഒരു വ്യക്തിയുടെ നേരെ പറയുന്നത്. ഒരുത്തൻ എന്നോട് ചോദിക്കുക, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, നീ അവനെ കൂടെ വിളിച്ചോണ്ടോ ആ പ്രശ്നം തീർക്കണമെങ്കിൽ. അതല്ലേ ശരി. ഒറ്റയ്ക്ക് കേട്ടിട്ട് അവനും പോയി തോണ പറയാൻ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കില്ല. അത് വൺ വേയാ, ഫാൻ കറങ്ങത്തില്ല. വൺ വേ പ്രശ്നമാണ്. പിന്നെ കേൾക്കാതെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാലോ. യേശുക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷം നടന്നവൻ കർത്താവ് കടലിന്മീതെ രക്ഷിക്കാനായിട്ട് വന്നപ്പോൾ മത്തായി 14 അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഭൂതം എന്ന് വിളിച്ച പാർട്ടികളാണ്. പിന്നെ അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. വിഷയത്തിലേക്ക് ഓടി വരാം. സമയം ഓടുന്നു. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. അല്ലാതെ ഒരു വാക്യം അങ്ങോട്ട് എടുത്തുകൊണ്ട് ജനത്തിന് തെളിയിച്ചു കൊടുക്കണ്ടേ വചനം? ജനത്തിൻ്റെ ഭയപ്പാട് മാറ്റണ്ടേ? ജനത്തെ വചനത്തിൽ ഉറപ്പിക്കണ്ടേ? എല്ലാം വിട്ട് ശാപത്തിൽ കിടന്നതൊക്കെ, ശാപം പിടിച്ച് കിടന്നതൊക്കെ യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് അവർ ഹൃദയത്തിൽ വിശ്വസിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സകലതും മാറ്റിയിട്ടാ പോയത്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പാപം, രോഗം, ശാപം, മരണം. ഗലാത്യർ 3:13 മരത്തിൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവൻ. യേശു കർത്താവ് ഒരുവൻ രക്ഷയിൽ ഏത് കൊടുംഭാവിയായിരുന്നാലും ഏത് ശാപത്തിന് കീഴെ കിടക്കുന്നവനായാലും യേശു കർത്താവിനെ റോമർ 10:9-10 വചനപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനെ വായ് കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. കർത്താവേ, യോഹന്നാന്റെ 1:7 കർത്താവേ, ഞാനൊരു ഭാവിയാണ്, എൻ്റെ പാപത്തെ നീ കഴുകണം, ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നും ധാരധാരയെ ഒഴുകുന്ന വിശ്വാസത്താൽ ഒഴുകുന്ന രക്തം നിന്റെ പാപത്തെ കഴുകി ശുദ്ധീകരിച്ച് ദൈവമകനാക്കുമ്പോൾ എന്താ നടക്കുന്നത്? ദൈവമകനാക്കുമ്പോൾ ഒന്ന് നീ മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് മരിച്ചു, നിന്റെ രോഗം മാറും. പത്രോസ് 2:24 പാപം യോഹന്നാന്റെ 1:29 മുഴു ലോകത്തിന്റെ പാപം അവൻ ചുമന്നു. പാപം ചുമന്നു, രോഗം ശീലിച്ചു, എൻ്റെ അടിപ്പിടരാൾ സൗഖ്യം തന്നു. പത്രോസ് എഴുതിയ 2:24 ഗലാത്യർ 3:13 ശാപം മാറ്റുവാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് മരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചത് കൊണ്ട് അതേപോലുള്ള മരക്കുരിശ് കർത്താവ് എടുത്തു അവൻ്റെ ശാപം മാറ്റാൻ. ഉൽപ്പത്തി 3 മരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചു. ദൈവത്തിൽ ആശ്രയിച്ച മരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചത് കൊണ്ട് മരത്തിൽ തന്നെ തൂങ്ങി. ഇനി എവിടെ ശാപം? പിന്നെ ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വല്ലവനെ കബളിപ്പിച്ച് പറ്റിച്ച് വെട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്ക്. ഇല്ലെങ്കിൽ ആ സഹോദരൻ ഇരുന്ന് കരയും, നിന്റെ നീയും ഗുണം പിടിക്കുകയില്ല, നിന്റെ തലമുറയെ ഗുണം പിടിക്കില്ല. അത് എൻ്റെ ആയാലും ശരി, എൻ്റെ കൂടെ അടക്കമാണ് ഞാൻ പറയുന്നത്, ശപിക്കുന്നതല്ല. കാരണം ഒരുപാടെണ്ണത്തിനെ കളിപ്പിച്ച് വെച്ചിരിക്കുക. കണ്ണുനീരോടെ അവർക്ക് കരയുക. ആ കണ്ണുനീര് തുടയ്ക്കാത്തടത്തോളം കാലം ചെലവന്മാർ ഇറങ്ങി പേപ്പർ മുറിച്ചുകൊണ്ട് കിടക്കുക ശാപം മുറിക്കാൻ.
சாபக்கட்டு நான் முறியடிக்கிறேன். என்ன எப்படி முறியடிக்க முடியும் ஐயா? அப்படியே முறியடிக்க முடியாது, முடியாது. செய்ய வேண்டிய காரியம் செஞ்சுதான் ஆகணும். ശാപത്തെ മാറ്റാനൊന്നും ആർക്കും പറ്റത്തില്ല. മനുഷ്യർ വരുത്തി വയ്ക്കുന്ന ശാപം, വചനം കൂട്ടുന്നത് മൂലം ഉണ്ടാകുന്ന ശാപം. വെളിപ്പാട് 22, 18, 19, ഗലാത്യർ 1:8, 9. മനുഷ്യർ ശപിക്കുന്ന ശാപം പറഞ്ഞല്ലോ. സാർശ്വാക്യം 26:2. മനുഷ്യർ ശപിക്കട്ടെ, കാരണം കൂടാനുള്ള ശാപമാണെങ്കിൽ അത് വലിക്കത്തില്ല. ബാക്കിയുണ്ട് എൻ്റെ ബൈബിളില്. പിന്നെ പാരമ്പര്യ ശാപം, നീ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് വന്നു കഴിഞ്ഞാൽ ആ ശാപം മാറി. പിന്നെ നീയായിട്ട് വരുത്തി വയ്ക്കരുത്, ഞാനായിട്ട് വരുത്തി വയ്ക്കരുത്. നമ്മുടെ തലമുറകൾക്ക് ശാപം മാറ്റി കൊടുക്കരുത്. എത്രയോ ദൈവദാസന്മാരെ കണ്ണീര് കുടിപ്പിച്ചു വിട്ടിട്ടുണ്ട്. കുത്തിയിരുന്ന് കരയോവരൊക്കെ. കുതിരപ്പുറത്തിരുന്നവനെ കഴുതപ്പുറത്തിരുന്നവനെയൊക്കെ അടിച്ചെൻ്റെ അപ്പം താഴെ ഇട്ടിട്ടുണ്ട്. അഹങ്കരിക്കല്ലേ, നെകളിക്കല്ലേ. നെകളത്തോടാ ദൈവ ശത്രുവായി നിൽക്കുന്നത്. പത്രോസ് എഴുതുന്ന ലേഖനം 5:5, യാക്കോബിന്റെ ലേഖനം 4:6. നെകളികളോട് അവൻ എതിർത്തു നിൽക്കുന്നു. നെകളം മാറ്റ്, അഹങ്കാരം മാറ്റ്, എന്തും നേടാന്നുള്ള ചിന്ത മാറ്റ്. ഞാനെല്ലാം ചെയ്യുമെന്നുള്ള പദം മാറ്റ്. ഇനി ആരെങ്ങനെ മരിച്ചാലും എന്ത് ചെയ്താലും ദൈവം അറിയാതെ, ദൈവം കൽപ്പിക്കാതെ, വിലാപങ്ങൾ 3:37, ദൈവം കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. ദൈവം കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. അതുകൊണ്ട് ആരുടെ തെറ്റിനെ നമ്മൾ വിധിക്കാനല്ല, ചൂണ്ടിക്കാണിക്കുക. ദൈവവചനത്തിൽ അങ്ങനെ ഇല്ല, ഇങ്ങനെയാണെന്ന് ചൂണ്ടിക്കാണിച്ചു, അത്രേ ഉള്ളൂ. ആരോടും മടക്കമില്ല, ഒരു മനുഷ്യനോടും മടക്കമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ 100 കണക്കിന് ആൾക്കാർ പട്ടിയെന്ന് വിളിച്ചിട്ടുണ്ട്, അതേപോലെ തെണ്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർക്ക് സംശയം ധർമ്മരാജ ഹിന്ദു ആണോ എന്നാണ് സംശയം. ഏറ്റവും കൂടുതൽ സംശയം അവർ കിടക്കുന്ന ഹിന്ദു ആണോ. എടാ, എൻ്റെ അപ്പനും അമ്മയും അങ്ങനെ പേരിട്ടു. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്? ഞങ്ങൾ CSI പാരമ്പര്യക്കാരാ. പിന്നെ തോമ എന്നും പേരിട്ടില്ലെന്ന്, തൊമ്മനെന്നും തോമയെന്നും തൊമ്മിയെന്നും ഒന്നും ഇട്ടില്ല. അത് അവരുടെ അറിവുകളുണ്ടായിരിക്കും അന്നത്തെ കാലത്ത്, എന്തോന്ന് അറിയത്തില്ല. അതിന് എൻ്റെ കുഴപ്പമല്ല. അതുകൊണ്ട് എല്ലാം നിർത്ത്. ആരും പേടിക്കല്ല. ദൈവമക്കൾ, യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആരും പേടിക്കരുത്, ഭയപ്പെടരുത്. ഒരു ശാപവും നിങ്ങൾ ദൈവവചന അടിസ്ഥാനത്തിൽ ആരെ കബളിപ്പിക്കാതെ, വെട്ടിക്കാതെ, വഞ്ചിക്കാതെ, അവൻ ആരുടെ കണ്ണുനീര് നിന്റെ കുടുംബത്തിൽ വീഴാതെ, നിന്റെ മേൽ വീഴാതെ, തലമുറകളുടെ വീഴാതിരുന്നാൽ ഒരു ശാപവും വലിക്കുകയില്ല. നമ്മളൊക്കെ ആക്സിഡന്റിലാണ് മരിച്ചത്. അതെ, ഓക്കെ, എന്നാ കുഴപ്പം? ഇതിപ്പോ കർത്തദാസൻ ഉണ്ണികൃഷ്ണൻ നിത്യതയിൽ ചേർന്നു. അദ്ദേഹം മരിച്ചതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ വചനത്തിൽ കൂടെ പല യൂട്യൂബിൽ കൂടെ മനസ്സിലായില്ലേ. പിന്നെ ഇതിനകത്ത് ചിലർ കാര്യം ഷൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് വ്യൂസ് കൂട്ടാൻ. ഇവിടെ വ്യൂസ് കൂട്ടാനല്ല, ഒരു 100 എണ്ണമെങ്കിലും. കഴിഞ്ഞ വീഡിയോ 400 ചില്ലുവാനും പേര് കണ്ട്, അത് മതി. അവരൊരു 400 ചില്ലുവാനും പേരെ ഉറപ്പിക്കട്ടെന്ന്. അപ്പൊ 800 പേരായില്ലേ, 800 ചില്ലുവാനം ആയില്ലേ. പണ്ട് ബംഗാളി പറഞ്ഞത്, ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ബംഗാളി പറഞ്ഞല്ലോ, പോന്ത്ര പോന്ത്ര പൊച്ചീസ് എന്ന് പറഞ്ഞതുപോലെ. പോന്ത്ര പോന്ത്ര പച്ചീസ് അല്ല, പോന്ത്ര പോന്ത്ര തീസാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. റോമർ 8:33. ആരെയും കുറ്റം വിധിക്കാനോ ഇരിക്കാനോ എന്നല്ല ഞാനാളല്ല, ഞാൻ വചനം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. കാണുന്നതും കണ്ണിൽ കാണുന്നതും പറയുന്നെന്നുള്ളതേ ഉള്ളൂ. അതിനെ വിശദീകരിച്ച് വചന തെളിവ് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണെന്ന് പറയുന്നതേ ഉള്ളൂ. കേൾക്കാൻ ചെവിയോളം കേൾക്കട്ടെന്ന്. റോമർ 8:33.
ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ എന്നാ ചോദിക്കുന്നത്. നീ ആരെയും വിധിക്കാനൊന്നും പോണ്ട. അപകട മരണമായിട്ട് എന്ത് തന്നെയാണ് തൂങ്ങിച്ചാൽ എന്തായാലും ദൈവം അറിയാതെ ഒന്നും സമ്മതിക്കുന്നത്. ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നവനായ എൻ്റെ ദൈവം. യെരമ്യാ 23:24. ആ ദൈവത്തിൻ്റെ തന്നെ കളിക്കാതെ ദൈവത്തെ ഭയപ്പെട്ട്. അപ്പം ശാപത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. എത്ര വിധ ശാപമെന്ന് ഞാൻ പറഞ്ഞ, ഒന്ന് ദൈവശാപം, രണ്ട് മനുഷ്യർ ശപിക്കുന്നത്, മനുഷ്യരുടെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന ശാപം. അതായത് മറ്റുള്ളവരെ കളിപ്പിച്ചും വെട്ടിച്ചും വഞ്ചിച്ചും വാങ്ങിച്ചിട്ട് കൊടുക്കാതെ, ഉണ്ടായിട്ടും കൊടുക്കാതെ. ഇല്ലാത്തവർ പിന്നെ എവിടുന്നെടുത്ത് കൊടുക്കും? എവിടുന്നെടുത്ത് കൊടുക്കും? അവിടെ ഇല്ല. ക്ഷമിക്കാൻ പറ്റുമോ? പറ്റൂല. പറ്റിപ്പോയി. മനഃപൂർവ്വം കൊടുക്കാത്തവന് ശാപം ഉണ്ടായിട്ട്. അപ്പം അതുകൊണ്ട് പിന്നെ വചനം കൂട്ടിയാൽ ശാപം, ദൈവവചനത്തിന് വിരുദ്ധമായി പ്രസംഗിച്ചാൽ ശാപം. ഇതൊക്കെ കൃപായുഗത്തിലുണ്ട്. എന്നാൽ എല്ലാം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഇന്നും മടങ്ങി വന്ന്. പിന്നെ ശാപം ഒരു കാര്യം കൂടെ പറയാം. നീ കളിപ്പിച്ച് വാങ്ങിച്ച്, എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. എന്നോട് പല ദൈവദാസന്മാരും പറഞ്ഞു, പാസ്റ്റർ അനുഭവത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ എഴുതണമെന്ന്. ഞാൻ ചെയ്ത ശുശ്രൂഷകൾ ഒരിടത്ത്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ഒരിടത്ത് ഒരു വീട്ടിൽ 5 ഏക്കർ സ്ഥലമുണ്ട്. അവരും കേൾക്കുന്നത് കേൾക്കട്ടെ, അവരിപ്പോൾ അമേരിക്കയിലാണ്, അത്രയല്ലേ പറയുന്നുള്ളൂ. 5 ഏക്കർ സ്ഥലമുണ്ട്. പക്ഷേ ഒരു ഹൈന്ദവ സഹോദരൻ പണ്ടത്തെ കാലത്ത് കബളിപ്പിച്ച് പറ്റിച്ച് വാങ്ങിച്ചതാ. അവരെ ഓടിച്ചതാ. ഓടിച്ചിട്ട് അവിടെ കയറി കുടിവാർത്തു. ധർമ്മക്കണ്ണൻ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ, പുള്ളി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ, പാസ്റ്റർ ഒരു വീട്ടിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന്. ഞങ്ങൾ രണ്ടും കൂടെ പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പുള്ളിക്കൊരു വെളിപ്പാട്, എനിക്ക് കിട്ടിയ ഒരു വെളിപ്പാട്. 2 വെളിപ്പാട് ഏകദേശം ചേർന്ന് വന്നു. പുള്ളിക്ക് പറയാൻ പേടി. പുള്ളി ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ചേർക്കപ്പെട്ടു. എങ്കിലും ഞാൻ പറയുക, പുള്ളിയെ പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ആരുടെയും മുഖം നോക്കണ്ട, ഇവർക്കൊരു വിടുതൽ വേണമെന്ന്. ഞാൻ പറഞ്ഞു, ഇതിന് വിടുതൽ വേണമെങ്കിൽ ഇത് കബളിപ്പിച്ച് വാങ്ങിച്ച സ്ഥലമാണ്. അപ്പോൾ ഇതിന് ആ വ്യക്തികൾ ഈ ദേശത്ത് തന്നെ ഉണ്ട്. ദേശമൊന്നും ഞാൻ പറയുന്നില്ല, ഈ ദേശത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് ഒരേ ഒരു കാര്യം, 5 ഏക്കർ സ്ഥലമുണ്ടല്ലോ, അവരുടെ കണ്ണുനീര് കണ്ടുപിടിച്ച് 1 ഏക്കർ സ്ഥലം നീ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ചെറുക്കൻ ചാടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇരിക്കടാന്ന് പറഞ്ഞു. അവിടെ ഇരിക്കടാന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്ത്? ഞാൻ പറഞ്ഞു, ഞാൻ കളിപ്പിച്ചിട്ട്, ഞാൻ പറഞ്ഞു, നീ കളിപ്പിച്ചത് പറഞ്ഞില്ല, ഈ സ്ഥലം കളിപ്പിച്ച് വാങ്ങിച്ചതേ പറഞ്ഞോളൂ. 1 ഏക്കർ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു. അവസാനം അകത്തുനിന്ന് വടിയിടിച്ചൊരു അമ്മയ്ക്ക് ഇറങ്ങി വന്നു, മോനെ പറഞ്ഞതെല്ലാം കറക്റ്റാന്ന് പറഞ്ഞു. കളിപ്പിച്ചു വാങ്ങിച്ചാൽ എനിക്കറിയാം, പാവങ്ങളെ ഓടിച്ചതാ. നീ കൊടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞു. ധർമ്മക്കടം പാസ്റ്റർ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? സ്ഥലവും ഊരൊന്നും പറയുന്നില്ല, ആരെയും കളിയാക്കാനല്ല. അത് കൊടുക്കാന്ന് തീരുമാനം എടുത്തപ്പോഴാ പ്രാർത്ഥിച്ചേ. ഡേയും ഡേറ്റും ഇട്ട് 100 കണക്കിന് പ്രവാചകന്മാർ പ്രവചിച്ചു. പറ്റില്ല, നടന്നില്ല. പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞപ്പം വിടുതലായി. അപ്പോൾ ശാപത്തിന് ഒരു പരിഹാരം വരുത്തി വിടുതലുമായി. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. കർത്താവേ, ശാപത്തെക്കുറിച്ച്, ശാപം ഫലിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മധ്യത്തിൽ തിരുവെഴുത്തിൽ കൂടെ ചൂണ്ടിക്കാണിക്കും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകത്തിനകത്ത് നിന്നുകൊണ്ട് ചില വചനങ്ങൾ പറയുക. ദൈവം സഹായിച്ചു, നന്ദി. വചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് ബലപ്പെടുത്തണം. ശാപം കാരണം കൂടാതെയുള്ള ശാപം ഫലിക്കുകയില്ലെന്നുള്ള വചനപ്രകാരം സാധിച്ചാക്കി 26:2 ജനം ഈ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കട്ടെ. അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൊടുക്കേണ്ടവർക്ക് കൊടുക്കട്ടെ. കർത്താവ് കൊടുക്കാനില്ലാത്തവർക്ക് കരങ്ങളിൽ കൊടുക്കട്ടെ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ പാർക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് നന്മയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായി കിടക്കുന്നവർ, ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവർ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, പ്രത്യേകിച്ച് അന്തർഗമന ഘടകക്ഷി, പ്രത്യേകിച്ച് ആ വയനാടിൻ്റെ പ്രദേശത്ത് അനുഭവിക്കുന്ന വേദനകൾ, ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവർ അനേകരുണ്ടപ്പ. കരുണ കാണിക്കണമേ, മനസ്സലിയണമേ. ആ ദേശത്തോട് ദൈവം മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇനിയൊരു പ്രകൃതിക്ഷോഭങ്ങളോ കെടുതികളോ വരാതെ കർത്താവ് അവിടുന്ന് കാക്കണം, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. അടിയനെ താഴ്ന്നു അടിയൻ വിട്ട് ഭവനം പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങൾ മുതുവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പൊതിയണമേ. ദൈവത്തിന് നാമമാത്രമാക്കണം. വില്ലേജുകളിൽ പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകമെമ്പാട് ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. കടഭാരത്തിൽ വേദനയോടെ ഭാരത്തോടെ ഇരിക്കുന്ന, രോഗത്തിന് ചികിത്സിക്കുവാൻ കാശില്ലാതെ ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. വിവാഹം കഴിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ വളരെ കഷ്ടതയിൽ കൂടെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. അവിടുന്ന് ക്ഷമിക്കണമേ, അവരോട് കണ്ണ കാണിക്കണമേ, അവർക്ക് വേണ്ട നന്മകളെ കൊടുക്കണമേ പിതാവേ. അവിടുത്തെ കരങ്ങൾ അടിയനെയും താഴ്ത്തുന്നു. ഒരിക്കൽ കുറിച്ച് വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് ഒരു ശാപവും ഫലിക്കുകയില്ല എന്ന വചനം എടുത്ത് പ്രഘോഷിക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വം എടുക്കും. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. മുഴുമഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു ആൾ. അബണ്ടൻലി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.